ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പറ്റുന്നത് ടൊയോട്ട എത്തിയോസ് ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹമ്പ് കയറുമ്പോൾ ചെറിയ തരിപ്പുള്ള റോഡിൽ പോകുമ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് അടിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. അതായത് ഈ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കും അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. നമ്മൾ ഹമ്പ് കയറി ഇറങ്ങുമ്പോഴത്തെ കിടക്കുന്ന ഒരു സൗണ്ടും കേൾക്കും, നമ്മുടെ നെഞ്ചൊക്കെ കിടന്ന് ഇടിക്കുന്ന പോലുള്ള ഒരു ഫീൽ, അതായത് നമ്മളെ സീറ്റിൽ നിന്ന് എടുത്തടിക്കുന്ന പോലുള്ള ഒരു ഫീല്. അതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. ചെറിയ ഹമ്പുകൾ, കട്ടർ റോഡുകൾ, ചെറിയ കട്ടർ റോഡായാൽ പോലും നമുക്കത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിൻ്റെ നടുക്കും സൈഡിലും വെച്ചേക്കുന്ന ചെറിയ കട്ടയ്ക്കകത്തൊക്കെ കയറി കഴിഞ്ഞാലും ആ ഇടുപ്പുണ്ട്. പക്ഷേ സ്ട്രേറ്റ് റോഡിൽ പോകുമ്പോൾ ആ ഒരു ഫീൽ വലുതായിട്ട് കിട്ടില്ല. പക്ഷേ ചെറിയൊരു തരിപ്പുള്ള റോഡിലോട്ട് കയറുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിലുള്ള എടുത്തടിക്കുന്ന പോലെ ഉള്ള ഒരു സൗണ്ട്. നമ്മുടെ ഓട്ടോയിലൊക്കെ കട്ടറിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു എടുത്തടിക്കില്ല, അതിനെക്കാട്ടിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലാണ് ഈ വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ 2 ഷോക്കും അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പുതിയ ഷോക്കാണ്. ഇതാണ് ഇതിൻ്റെ പഴയ ഷോക്ക് വരുന്നത്. അപ്പോൾ പഴയ ഷോക്ക് നമ്മൾ ഈ ടൈപ്പ് വണ്ടികളുടെ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഷോക്കിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നത്, നമ്മൾ പ്രസ് ചെയ്തിട്ട് വിടുന്ന സമയത്ത് ഇത് റിട്ടേൺ വരണം. അങ്ങനെയാണ് ഇതിൻ്റെ ഷോക്കിൻ്റെ കണ്ടീഷൻ നോക്കുന്നത്. നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫീല് അത് കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഷോക്കിൻ്റെ തന്നെ കംപ്ലയിൻ്റ് ആണ്. കൂടുതലായിട്ടും നല്ല ശരിക്കും ഇത് ഷോക്കിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതായത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ആ ഷോക്കിനെ അബ്സോർബ് ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് ആ ഒരു ഫീൽ നമ്മുടെ ബോഡി എടുത്തടിക്കുന്ന പോലുള്ള ഫീൽ കിട്ടുന്നത്. അതായത് ഈ കുതിരവണ്ടിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിടന്ന് എടുത്തടിക്കുന്ന പോലുള്ള ഒരു ഫീല് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പ്രസ് ചെയ്തു, ശകലം മേളോട്ട് വരുന്നുണ്ട്, പക്ഷേ അതങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് പൂർണ്ണമായിട്ടും പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പുതിയ ഷോക്കിൻ്റെ കണ്ടീഷൻ നോക്കാം. ഇതാണ് ഇതിൻ്റെ പുതിയ ഷോക്ക്. നമ്മളിപ്പോൾ പ്രസ് ചെയ്ത ഷോക്ക് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല. നമ്മൾ പിടിക്കുന്ന സമയത്ത് ഹാർഡായിട്ട് ഇരിക്കുകയാണ്. അത് മുകളിലോട്ട് വരേണ്ടതാണ്, നല്ല ഫ്രീ ആയിട്ട് തന്നെ മുകളിലോട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഷോക്ക്. പുതിയ ഷോക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ക്വിക്കായിട്ട് തന്നെ ഇത് മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കട്ടറിൽ അല്ലെന്നുണ്ടെങ്കിൽ ഹമ്പിലൊക്കെ കയറുമ്പോൾ ഷോക്ക് ഇത് താഴോട്ടായി കഴിഞ്ഞിട്ട് ഇത് മുകളിലോട്ട് വരാത്ത ഒരു അവസ്ഥ വരും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മുകളിലോട്ട് വന്നാലേ ഷോക്കിനെ അബ്സോർബ് ചെയ്യുള്ളൂ. കാരണം ഇത് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും, ഇത് വലിച്ചിട്ട് പോലും വരുന്നില്ല. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ഒരു ആക്ഷനിൽ കുറച്ച് മുകളിലോട്ട് വരും, അങ്ങനെ പെതുക്കെ അത് മുകളിലോട്ട് വരും. അപ്പോൾ അതാണ് ഇതിൽ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഷോക്ക് മാറുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇതിൻ്റെ മൗണ്ടിങ് ഇവിടെ മാറി. ഇതിൻ്റെ പഴയ മൗണ്ടിങ് ആണ്, ഇത് പുതിയ മൗണ്ടിങ് ആണ്. ഈ മൗണ്ടിങ്ങിൻ്റെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഷോക്ക് അടിച്ചിട്ട് ഈ മൗണ്ടിങ് നല്ലതുപോലെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോക്ക് അടിച്ചിട്ട് ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷോക്കിൻ്റെ കണ്ടീഷൻ. അതായത് നമ്മൾ ഹമ്പ് കട്ടറൊക്കെ കയറുന്ന സമയത്ത് ഇതുപോലെ ഉള്ള പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷോക്ക് തന്നെയായിരിക്കും. 2 ഷോക്കും സെയിം കണ്ടീഷൻ തന്നെയാണ്. 2 ഷോക്കും നമുക്ക് മാറ്റിവിടേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ഇത് മുകളിലോട്ട് വന്നിട്ടില്ല, നമ്മൾ വലിച്ചിട്ട് പോലും മുകളിലോട്ട് വരുന്നില്ല. ഇത് നമ്മൾ പ്രസ് ചെയ്താൽ ഉടനെ തന്നെ ഇത് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ 2 ഷോക്കും മാറിയിട്ടുണ്ട്. 2 ഷോക്കും സ്റ്റക്കാണ്, മുകളിലോട്ട് വരുന്നില്ല. ഇതും അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും മുകളിലോട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ബെയറിങ്, കാരണം ഷോക്ക് ഡാമേജ് ആയിട്ട് അതിൻ്റെ ബെയറിങ്ങിനൊക്കെ ഡാമേജും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തിരിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൗണ്ടിങ്ങിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഷോക്ക് എപ്പോഴും മാറുമ്പോൾ മൗണ്ടിങ് അതിൻ്റെ കിറ്റൂടെ മാറി വിടുക. ഓക്കെ, അപ്പോൾ ടൊയോട്ട എത്തിയോസിൻ്റെ, അതായത് കട്ടറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഹമ്പുകളൊക്കെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ തരിപ്പുള്ള റോഡിലൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ വണ്ടി കിടന്നങ്ങ് അടിക്കുകയാണ്. അതായത് ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള അടി, ഷേക്ക്, നമ്മൾ സീറ്റിൽ നിന്ന് നേരെ പൊങ്ങുന്ന പോലുള്ളൊക്കെ ഫീല്, നെഞ്ചത്ത് ഒക്കെ ഒരു ഫീലൊക്കെ ഉണ്ടാകും. കാരണം ഇത് കൂടുതലും വരുന്നത് ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ് തന്നെയാണ്. ഇത് വരാനുള്ള കാരണം നമ്മൾ കൂടുതലായിട്ടും ഓടാതെ കിടക്കുന്ന വണ്ടികളിലാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ടൊയോട്ട എത്തിയോസിൻ്റെ ഷോക്കിൻ്റെ കംപ്ലയിൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.